ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. എറണാകുളം ഫോർട്ട് കൊച്ചിയിൽ വീണ്ടും ഓൺലൈൻ തട്ടിപ്പ്. 5,70,000 രൂപയാണ് ഇൻസ്റ്റഗ്രാം പേജിലൂടെ തട്ടിയെടുത്തത്. വർക്ക് ഫ്രം ഹോമിലൂടെ വരുമാനം നേടാമെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ്. കൂടുതൽ വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, എങ്ങനെയായിരുന്നു ഈ തട്ടിപ്പ് നടക്കുന്നത്? ഈ ഇൻസ്റ്റഗ്രാം പേജിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ പറ്റി എന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? ഈ അതിവിദഗ്ധമായാണ് ഈ മട്ടാഞ്ചേരി സ്വദേശിയെ ഈ ഓൺലൈനിലൂടെ തട്ടിപ്പ് ഇരയാക്കപ്പെട്ടത്. 5,70,500 രൂപയാണ് ഇവരിൽ നിന്നും തട്ടിയെടുത്തത്. ഈ തട്ടിപ്പ് സംഘത്തിന്റെ രീതി, ഇവരോട് വർക്ക് ഫ്രം ഹോം ആണ്, അതായത് വിവിധ സൈറ്റുകൾ അയച്ചു കൊടുത്തിട്ട് അതിൽ കയറി റിവ്യൂ അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദിവസവും 5,000 രൂപ വെച്ച് നൽകാം എന്ന് വാഗ്ദാനം നൽകിക്കൊണ്ടായിരുന്നു തട്ടിപ്പ്. ആദ്യം ഇതുപോലെ റിവ്യൂകൾ അയച്ചു കൊടുക്കുന്നതിനെ തുടർന്ന് ഇവർക്ക് ദിവസവും 5,000 രൂപ ലഭിക്കുകയും ചെയ്തു. അങ്ങനെ ഓരോ ദിവസവും കഴിയുന്തോറും പലപ്പോഴായി ഇവർക്ക് 4,130, 5,000 അങ്ങനെ തുകയായി ലഭിക്കുകയും ചെയ്തു. പരാതിക്കാരിയെ വിശ്വാസത്തിലെടുത്തതിനു ശേഷം ഇവരോട് പറഞ്ഞു 5 ലക്ഷം രൂപ തന്നു കഴിഞ്ഞാൽ അതിനേക്കാളും ഇരട്ടി തുക തിരിച്ചു നൽകാമെന്ന് പറഞ്ഞു. ഈ രീതിയിലായിരുന്നു തട്ടിപ്പ്. പിന്നീട് ഈ പരാതിക്കാരി വീണ്ടും 5,70,000 രൂപ ഇവർക്ക് അയച്ചു കൊടുക്കുകയും പിന്നീട് ഈ പണം തിരിച്ചു കിട്ടാതായതോടുകൂടിയാണ് താൻ തട്ടിപ്പിനിരയായതെന്ന് മനസ്സിലാക്കുകയും ചെയ്തത്. ഇവരുടെ വിവിധ അക്കൗണ്ടുകളിൽ നിന്നാണ് ഈ തട്ടിപ്പ് നടന്നിരിക്കുന്നത്. എന്തായാലും ഫോർട്ട് കൊച്ചി പോലീസ് ഇതിൽ പരാതി സ്വീകരിച്ചിട്ടുണ്ട്, അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഈ ഓൺലൈൻ തട്ടിപ്പ് ഈ അടുത്തിടയിൽ വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. നിരവധി പേരാണ് തട്ടിപ്പിനിരയാകുന്നത്. ഇവരെ പിടികൂടുക എന്ന് പറയുന്നത് സൈബർ സംഘത്തെ സംബന്ധിച്ച് അല്പം ബുദ്ധിമുട്ടായിരിക്കുന്ന കാര്യമാണ്. ചിലപ്പോൾ പലപ്പോഴും ഈ പണം വരുന്നത് അവരുടെ അക്കൗണ്ടിലേക്കായിരിക്കില്ല, അല്ലെങ്കിൽ ഇവർ വിളിക്കുന്ന ഫോൺ നമ്പറൊക്കെ മറ്റ് ചിലരുടേതായിരിക്കും. അങ്ങനെ വലിയ രീതിയിൽ തട്ടിപ്പ്, വലിയൊരു സംഘം, ഒരു മാഫിയ സംഘം തന്നെയാണ് ഈ ഓൺലൈൻ തട്ടിപ്പിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. വീണ്ടും ഒരു ഫോർട്ട് കൊച്ചി സ്വദേശി ഇതിനിരയായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് മട്ടാഞ്ചേരിയിൽ നിന്നും സമാനമായ രീതിയിൽ ഓൺലൈൻ തട്ടിപ്പിലൂടെ പണം തട്ടിയെടുത്തവരെ അന്വേഷണ സംഘം അതിവിദഗ്ധമായി പിടികൂടുകയും ചെയ്തത്. ഇപ്പോൾ വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഈ ഓൺലൈൻ തട്ടിപ്പ് സജീവമാക്കുകയാണ്. നവമി പറഞ്ഞതുപോലെ തന്നെ ഈ തട്ടിപ്പിന് പിന്നിലുള്ളവരെ കണ്ടെത്തുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ഇത്തരം പ്രതിസന്ധികളൊക്കെ നിലനിൽക്കുമ്പോൾ ഇപ്പോൾ അന്വേഷണം ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? എന്തായാലും പരാതി ലഭിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ യുവതിയുടെ വിശദമായി മൊഴിയെടുക്കും. ഇവർ ഏത് അക്കൗണ്ടിലേക്കാണ് പണം അയച്ചത് എന്ന് അന്വേഷണ സംഘം കണ്ടെത്തും. ഒപ്പം ഈ അക്കൗണ്ടുകളിലേക്ക് മറ്റ് ആരെങ്കിലും പണം അയച്ചിട്ടുണ്ടോ, ഇതിൽ ഏതൊക്കെ തരത്തിലുള്ള ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട് എന്ന കാര്യവും അന്വേഷണ സംഘത്തിന് കണ്ടെത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇവരുടെ ഈ മൊബൈൽ ഫോൺ, അത് ഏത് നമ്പറിൽ ഇവരെ ബന്ധപ്പെടുന്നത്, ഏത് വഴിയാണ്, ഏത് ഫോൺ നമ്പർ വഴിയാണ്, ആ ഫോൺ നമ്പർ കേന്ദ്രീകരിച്ചും ഒരു അന്വേഷണത്തിലേക്കായിരിക്കും ഇവർ കടക്കുക. പക്ഷെ ഇത് എത്രമാത്രം ഈ പ്രതികളെ വേഗത്തിൽ പിടികൂടാൻ കഴിയുമെന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അന്വേഷണ സംഘം എന്തായാലും ഈ പ്രതികൾക്ക് പുറകിലുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും FIR രജിസ്റ്റർ ചെയ്ത് കേസ് എടുത്തിട്ടുണ്ട്. അടുത്ത ഘട്ടത്തിലേക്കായിരിക്കും ഈ പരാതിക്കാരുടെ മൊഴിയെടുക്കുക അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക. ശരി, എറണാകുളം ഫോർട്ട് കൊച്ചിയിലാണ് വീണ്ടും ഓൺലൈൻ തട്ടിപ്പ് നടന്നിരിക്കുന്നത്. 5,70,000 രൂപയാണ് ഇൻസ്റ്റഗ്രാം പേജിലൂടെ തട്ടിയെടുത്തിരിക്കുന്നത്. നവമി ദിനേശാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. ശിവഗിരി മഠത്തിലെ പോലീസ് നടപടിക്ക് 30 ആണ്ട്. 1995 ഒക്ടോബർ 11 പുലർച്ചെയായിരുന്നു സ്വാമിമാർ തമ്മിലുള്ള തർക്കം പരിഹരിക്കാൻ ശിവഗിരിയിൽ പോലീസ് കയറിയത്. ഹൈക്കോടതി വിധി നടപ്പാക്കാനായിരുന്നു പോലീസിന്റെ ഇടപെടൽ. വർഷങ്ങൾക്ക് മുമ്പ് ഒക്ടോബർ 11 ശിവഗിരി ഞെട്ടി ഉണർന്നത് പോലീസ് ബൂട്ടിന്റെ ശബ്ദം കേട്ടാണ്. ശിവഗിരി കുന്നു കയറിയെത്തിയ പോലീസുകാർ സ്വാമിമാർ ഉൾപ്പെടെയുള്ള ശ്രീനാരായണ ഭക്തരെ വളഞ്ഞിട്ടടിച്ചു. സ്വാമിമാരുടെ സഹായത്തിനെന്ന പേരിൽ കയറിക്കൂടിയവരും യുവജനവേദി പ്രവർത്തകരും പോലീസിനെയും ആക്രമിച്ചു. ലോകത്തിന് സമാധാന സന്ദേശം പകർന്ന ഗുരുവിന്റെ സമാധിസ്ഥലം അങ്ങനെ കലാപഭൂമിയായി.
മുഖ്യമന്ത്രി എ കെ ആന്റണിക്കെതിരെ വലിയ വിമർശനമുയർന്നു. എതിർപക്ഷത്തു നിന്ന് മാത്രമായിരുന്നില്ല വിമർശനങ്ങൾ. കോൺഗ്രസിനുള്ളിലും ആന്റണിക്കെതിരെ പടയൊരുക്കം തുടങ്ങി. ശിവഗിരിയിലെ സ്വാമിമാർ തമ്മിലുള്ള അധികാര തർക്കങ്ങളും തമ്മിലടിയുമായിരുന്നു പോലീസ് നടപടിയിൽ കലാശിച്ചത്. അതിന്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വന്നത് UDF ആയിരുന്നു. 1996 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് വൻ തകർച്ചയുണ്ടായി. അധികാരത്തിൽ വന്ന നായനാർ സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു. ആന്റണി സർക്കാരിനെ പൂർണ്ണമായി കുറ്റപ്പെടുത്തുന്നതായിരുന്നില്ല കമ്മീഷൻ റിപ്പോർട്ട്. എങ്കിലും സർക്കാരിനെതിരെയും പരാമർശങ്ങളുണ്ടായിരുന്നു. രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വേദനയുണ്ടാക്കിയ സംഭവങ്ങളിലൊന്നായാണ് ശിവഗിരിയിലെ പോലീസ് നടപടിയെ എ കെ ആന്റണി അടുത്തിടെ വിശേഷിപ്പിച്ചത്. ഏറ്റവും ദുഃഖവും വേദനയുണ്ടാക്കിയ ഒരു കാര്യം നടന്നു. ശിവഗിരിയിൽ 95 കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് നടപ്പാക്കാൻ വേണ്ടി പോലീസിനെ അയക്കേണ്ടി വന്നു. അവിടെ ഉണ്ടായ സംഭവങ്ങൾ പലതും നിർഭാഗ്യകരമാണ്. പക്ഷെ അവിടെ പോലീസ് പോയത് ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ക്രിമിനൽ നിയമത്തിൽ പോലീസിനുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് ശിവഗിരിയിൽ തെരഞ്ഞെടുപ്പിൽ ജയിച്ച സന്യാസിമാർക്ക് അധികാര കൈമാറ്റം നടത്തിയിരിക്കണം. അത് ഗവൺമെന്റ് ചുമതലയാണ്, പോലീസിന്റെ ചുമതലയാണ്. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണമല്ലോ ക്രിമിനൽ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ അധികാരങ്ങളും പോലീസ് ഉപയോഗിക്കണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പോയത്. ആന്റണിയുടെ പരാമർശത്തോടെയാണ് ശിവഗിരിയിലെ പോലീസ് നടപടി വീണ്ടും വാർത്തകളിൽ നിറഞ്ഞത്. സർക്കാർ നടപടിയെ ന്യായീകരിച്ചും എതിർത്തും പ്രതികരണങ്ങൾ വന്നു. 90കളിലേതിന് സമാനമായി ശിവഗിരിയിലെ സ്വാമിമാരിൽ നിന്നും വേറിട്ട ശബ്ദങ്ങൾ ഇപ്പോഴും ഉയർന്നു. 3 പതിറ്റാണ്ടിനിപ്പുറവും ശിവഗിരിയിൽ മുറിവുകൾ ഉണങ്ങിയിട്ടില്ലെന്ന് വ്യക്തം. ന്യൂസ് 18 തിരുവനന്തപുരം.